உடனே ஒரு ஆம்புலன்ஸ் கூப்பிட்டுருப்பா. என்னப்பா? கமிங் கமிங் கமிங், ஆம்புலன்ஸ் வருது வருது வருது. ആകാശ ദൃശ്യത്തിൽ വ്യക്തമാണ് ഒരു ചെറിയിടത്ത് എത്ര അധികം ആളുകളാണ് നിൽക്കുന്നതെന്ന്. അരുൺ അമൃതാഥും ഹരീഷും ചെയ്തു. അതെ ഹരീഷ്, അരുൺ, ഈ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ഇന്നലത്തെ ദൃശ്യങ്ങൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയായിരുന്നു. അതിൽ നമുക്ക് കാണാൻ കഴിയും കൂടെയുള്ള പ്രവർത്തകർ ആ വെള്ളത്തിന്റെ കുപ്പി എടുത്തു കൊണ്ടുവന്ന് വിജയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. അതും വിജയ് തന്നെ നൽകണം. അതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അവരൊക്കെ അപ്പോഴും ബോധവാന്മാരായിരിക്കുന്നത്. ഒരാൾക്ക് വയ്യാതെ വന്ന് ആംബുലൻസ് ഉടനെ തന്നെ വിളിച്ചിട്ടുണ്ട്, ഇതാ വരുന്നു വരുന്നു എന്ന് പറയുമ്പോഴും അതിനിടയിലേക്ക് ഒരു ആംബുലൻസിന് എങ്ങനെ കടന്നു വരാൻ കഴിയും എന്ന ചിന്ത ഇവർക്ക് ആർക്കും പോയില്ല. ഈ തിരക്കിനിടയിലേക്ക് വിജയ് തന്നെ ഒരു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുന്നത് ആ രാഷ്ട്രീയത്തിന്റെ ബലം കൂട്ടുമെന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്താണ് അവിടെ പൊതുജനങ്ങളൊക്കെ പറയുന്നത് ഹരീഷ്? അതങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് മോത്തി, ദിവിഷ്. നമ്മൾ ഈ മൈക്ക് നീട്ടുമ്പോൾ തന്നെ വലിയ രോഷത്തോടെ അവർക്ക് വേദന അവർ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ കൂടിയ ആളുകൾ ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തന്നെ അവരുടെ ഈ ആകുലതകളൊക്കെ അവരെ അറിയിച്ചതാണ്. ആ കാര്യങ്ങൾ തന്നെ അവർ വീണ്ടും വീണ്ടും പറയുകയാണ്. ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട് എത്രത്തോളം ഭീകരമായിരുന്നു ഈ ഒരു കരൂർ ദുരന്തമെന്ന്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ പോലീസിനോട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. നേരത്തെ ADGP സ്ഥലം സന്ദർശിച്ചപ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ കൃത്യമായ ഒരു സുരക്ഷാ സംവിധാനം പോലീസ് ഏർപ്പെട്ടിരുന്നോ, കൃത്യമായ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ, അതിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമുള്ള ഒരു മറുപടിയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും പോലീസ് നൽകിയത്. അത്തരത്തിലുള്ള വീഴ്ചയൊന്നും ഉണ്ടായില്ല എന്ന് പോലീസ് ആവർത്തിക്കുന്നുണ്ട്. ഹരീഷ് കൂടി ചേർന്നുണ്ട്. ഹരീഷ് ഇപ്പോൾ ADGPയുടെ പ്രതികരണം കേട്ടു. പോലീസ് അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എങ്കിലും ഈ പോലീസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് കാണുന്നത്. നിലവിൽ 10,000 പേർക്ക് പങ്കെടുക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിശദീകരണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും പറയുന്നു. നിലവിൽ 10 ലക്ഷം രൂപ ഔദ്യോഗികതല സ്റ്റാലിൻ സർക്കാർ ഇപ്പോൾ എന്തായാലും മരിച്ച കുടുംബത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ചികിത്സയുള്ള വ്യക്തികളുടെ എല്ലാ പൂർണ്ണ ചെലവ്, ആശുപത്രി ചെലവ് മൊത്തമായി തന്നെ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് നമുക്ക് ഏറ്റവും ദുഃഖകരമായി തന്നെ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനിയും മരണസംഖ്യ ഉയരുമെന്നുള്ള. കാരണം ഇത് നമ്മൾ കണ്ട ഒരു മഹാദുരന്തം എന്ന് പറയേണ്ടിയിരിക്കും. കാരണം നമ്മൾ മുണ്ടക്കയും ചുരമലയും കണ്ട ആൾക്കാരാണ്. നമ്മൾ ആ സമയത്ത് അവിടെ പോയ സമയം നമ്മൾ കണ്ടതാണ്. നമ്മൾ ഓരോ ചൂട് മുന്നോട്ട് വെക്കുമ്പോൾ പോലും അവിടെ തൊട്ടടുത്ത് ശവങ്ങളുണ്ടോ അല്ലെങ്കിൽ മൃതദേഹങ്ങളുണ്ടോ, നമ്മുടെ സഹോദരങ്ങളുണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. കാരണം ആ ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത്. അതുപോലെ തന്നെ ഇത് ചതുപ്പല്ല എന്ന് മാത്രമേ ഉള്ളൂ, നല്ല റോഡാണ്. റോഡിൽ തന്നെ ചെരുപ്പുകൾ നമ്മുടെ സഹോദരങ്ങളെയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട, അതായത് പലർക്കും വേണ്ടപ്പെട്ട നിരവധി പേരുടെ, അതായത് വിജയ് എന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന പേർ അവിടുന്നും ഇവിടുന്നും പല ഭാഗത്തു നിന്ന് തടിച്ചുകൂടുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അവരെത്തുന്നു. അതിനിടയ്ക്ക് ബസ് വന്ന് കയറുന്നു. ബസ് വന്നപ്പോൾ 2 ഭാഗത്തേക്ക് ജനങ്ങൾ ചിന്നിച്ചിതറുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടതാണ്. അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അപ്പോഴൊക്കെ നമ്മളുടെ ആശങ്ക ഇനി ഒരു കരൂരും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതിന് ശാശ്വതമായൊരു നടപടിയും കൃത്യമായ അത്തരത്തിലുള്ള സംവിധാനങ്ങളും തന്നെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിലേക്കാണ് ഈ വിരൽ ചൂണ്ടപ്പെടേണ്ടത്. അതിൽ അരുൺ, പോലീസ് പറയുന്നൊരു നിലപാട്, അവരുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ നിലവിൽ 10,000 പേർക്ക് പങ്കെടുക്കാൻ വേണ്ടി അനുവാദം കൊടുത്തിരുന്നു. നാട്ടുകാർ തന്നെ നമ്മളോട് പലവരും നമ്മൾ സംസാരിച്ചു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എടപ്പാടി വന്ന സമയത്ത് 10,000 പേർ പങ്കെടുത്തിരുന്നു. അന്ന് ഇന്ന് ഈ ഭാഗത്ത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എടപ്പാടിയെപ്പോലെ നേതാവല്ല ഈ പറഞ്ഞ വിജയ് എന്ന വ്യക്തി നമുക്ക് മലയാളികൾക്ക് മോഹൻലാലും മമ്മൂട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വിജയ്. നമുക്ക് കേരളത്തിൽ പോലും വിജയ്ക്കുള്ള ഫാൻസിൻ്റെ അളവ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വിജയെ പോലെ വ്യക്തി വരുമ്പോൾ അത് അലസ്യവാദി രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അയാൾ ഒരു മഹാ സിനിമാ നടനാണ്. അയാൾ നടനെ കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടും. നേരത്തെ നമ്മൾ സംസാരിച്ച ചേട്ടൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഞങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ഇവിടെ വന്ന വ്യക്തികളെല്ലാം തന്നെ വിജയെ നേരിൽ കാണാൻ വേണ്ടി അടുത്തുകൂടുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കയറുന്നു.